ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ടൊക്കെ വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗ് ഷോർട്ടിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കാർബേറ്ററിൻ്റെ ഇൻസുലേറ്റർ യൂണിറ്റൊക്കെ ഓൾറെഡി അതിനകത്ത് കട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ വലിച്ചേറുണ്ടാവും. അപ്പോൾ നമ്മൾ കാർബേറ്ററൊക്കെ ഒന്ന് ഫുള്ളായിട്ട് അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, നമ്മളെ പൊല്യൂഷൻ ഫെയിൽഡാണ്. പൊല്യൂഷൻ നിലവിലില്ല, തീർന്നു കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊല്യൂഷനും കൂടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊല്യൂഷൻ മസ്റ്റായിട്ട് നമുക്ക് എടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്, കാർബേറ്റർ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്, പ്ലഗ് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി പുതിയതാണ് ഇടുന്നത്. കാരണം ഈ പ്ലഗിനകത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബണാണ്. ശരിക്കും നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഫെയിൽഡായി കഴിഞ്ഞാൽ പുറമേ നിന്ന് ചെയ്യാവുന്ന വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഫെയിൽഡായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയുടെ ഹെഡിൻ്റെ ഭാഗത്ത് അഴിച്ച് ക്ലീൻ ചെയ്താൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് കണ്ടതുകൊണ്ട് ആ ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പെട്രോളിൻ്റെ ടാപ്പ്, ഇതിരിക്കുന്ന പെട്രോൾ ടാപ്പ് എന്ന് പറയുമ്പോൾ വാക്യൂം ടൈപ്പാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് എഞ്ചിനിലേക്ക് എയർ എടുക്കും. അതനുസരിച്ചിട്ടാണ് നമുക്ക് പെട്രോൾ അതിനകത്തേക്ക് കാർബേറ്ററിലേക്ക് സപ്ലൈ വന്നത്. ഇത് ആ ഫംഗ്ഷൻ കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് ആ എയർ വലിക്കുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പെട്രോൾ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് അഡീഷണലായിട്ട് ത്രൂ ഔട്ട് ലൈൻ അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരിട്ട് വേഗം പൈപ്പ് ഹെഡിലേക്ക് പെട്രോൾ ചെല്ലുമ്പോൾ പ്രോബ്ലം പറഞ്ഞു തരുന്നുണ്ട്, പ്ലഗ് അടിച്ചു പോകും. അതാണ് മെയിനായിട്ടൊരു റീസൺ. പിന്നെ കൂടുതൽ പെട്രോൾ ചെന്ന് ഒരു കാരണവശാലും കത്തില്ല. അപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ ടാപ്പ് മാറ്റണം, അതേപോലെ പ്ലഗ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ കാർബേറ്ററിൻ്റെ ഇൻസുലേറ്റർ യൂണിറ്റ് മാറ്റുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞല്ലോ, എയർ ഫിൽറ്ററൊക്കെ വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ടാണ് പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇത് കിടക്കുന്നത് കമ്പനി ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കേട്ടോ. നമുക്കത് ഇത് എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യാം. ബാക്കിയത്തെ ഈ പറഞ്ഞ രീതികളെ പ്ലഗ് മാറ്റി കാർബേറ്റർ ക്ലീൻ ചെയ്താകുമ്പോഴത്തേക്കും പൊല്യൂഷൻ കിട്ടേണ്ടതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ കേബിള്, ഈ സീറ്റിൻ്റെ കേബിള്, അതേപോലെ തന്നെ ടാങ്കിൻ്റെ ലിഡ് ഉണ്ടല്ലോ, അത് ഓപ്പണായിട്ട് നിൽക്കുകയാണ്. അത് കേബിളും ഔട്ടർ വലിഞ്ഞു പോയേക്കാം. കേബിളുകൾ വലിയ പഴക്കമില്ല, അത് നോക്കുമ്പോൾ തന്നെ അറിയാം കേബിളുകൾക്ക് വലിയ പഴക്കമില്ല. പക്ഷേ നമുക്ക് ഈ ലെങ്ത്തുള്ള ടൈപ്പ് കേബിളായതുകൊണ്ട് ഔട്ടർ വലിഞ്ഞു പോവുക, അതാണ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകൾ മാറുള്ളൂ. പിന്നെ നമ്മുടെ സെൽഫിൻ്റെ കണ്ടീഷൻ പെർഫെക്റ്റ് അല്ല, കാരണം ബാറ്ററിയാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത് ഇരിക്കണത്. കമ്പനി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇപ്പം നിലവിൽ വണ്ടിയും ഇരിക്കണത്. അപ്പോൾ നമ്മൾ ബാറ്ററിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് 12.22 അതിൻ്റെ വോൾട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ബാറ്ററിയുടെ മാക്സിമം ലൈഫ് ഉപയോഗിച്ചാണ് അതെടുത്ത് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. കിക്കർ ഈ പറഞ്ഞ രീതിയുടെ സെക്കൻഡറി ഓപ്ഷനാണ്. സ്കൂട്ടർ മോഡൽ വണ്ടികൾക്ക് സെക്കൻഡറി ഒരു ഓപ്ഷൻ വെച്ചേക്കണമെന്നുള്ള കിക്കർ. മെയിനായിട്ട് നമുക്ക് സെൽഫാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.